ഹലോ, എല്ലാവർക്കും ഗൈഡൻസ് പ്രൊവൈഡറിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ വീഡിയോ 4ാം ക്ലാസ്സിലെ EVSലെ ആദ്യത്തെ പാഠമായ ജീവികളും ചുറ്റുപാടും എന്നതാണ്. ഇതിൽ നമ്മൾ പലതരം ജീവികളെ പറ്റിയും അവ ജീവിക്കുന്ന ചുറ്റുപാടുകളെ പറ്റിയൊക്കെയാണ് പഠിക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ ക്ലാസ്സിലെ വീഡിയോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ. പാഠത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ഒരു ചിത്രം കാണുന്നുണ്ട് അല്ലേ. ഇവിടെ ഒരു കുളമുണ്ട്, പിന്നെ ആ കുളത്തിന് ചുറ്റും കുറച്ച് കുട്ടികൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്കൊന്ന് വായിച്ച് നോക്കാം. പരിസര നിരീക്ഷണത്തെ ഇപ്പോൾ ഇവിടെ ഡേറ്റ് തന്നിട്ടുണ്ട്, 20/8/2024 എന്ന ഡേറ്റ് തന്നിട്ട് ഉള്ളതാണിത്. അപ്പോൾ നോക്കാം, വായിച്ച് നോക്കാം. പരിസര നിരീക്ഷണത്തിനായി ഞങ്ങൾ ഇന്ന് തിരഞ്ഞെടുത്തത് ആമ്പൽക്കുളമാണ്. വയൽവരമ്പിലൂടെ യാത്ര ചെയ്ത് കുളക്കരയിലെത്തി. കുളക്കരയിലെ മരത്തണലിൽ നിന്നായിരുന്നു നിരീക്ഷണം. നല്ല തെളിഞ്ഞ വെള്ളം, ആമ്പലുകൾ പൂവിട്ട് നിൽക്കുന്നു. ഏതാനും ജലസസ്യങ്ങളും പായലും മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണ ഇലകളും മറ്റും വെള്ളത്തിൽ കാണാം. കുളക്കരയിൽ പുല്ലുകളും വള്ളിച്ചെടികളും കുറ്റിച്ചെടികളും വളർന്നു നിൽക്കുന്നു. അപ്പം ഇതാണ് ഇതിലെ കുളക്കരയിലെ ചിത്രത്തിൽ തന്ന കാര്യങ്ങളാണ് ഇതിലെ. ആമ്പൽക്കുളമാണ്, അതിൽ ആമ്പലുകളുണ്ട്, ജീവികളുണ്ട്, ഒക്കെ ഉണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ്, എല്ലാം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുളക്കരയിലെ ഞാവൽ മരത്തിൽ കിളികൾ, അണ്ണാൻ, മരയോന്ത്, ചിലന്തി എന്നിവയും ഉറുമ്പുകൾ ഉൾപ്പെടെയുള്ള ചെറു പ്രാണികളുമുണ്ട്. കുളത്തിൽ നിറയെ മത്സ്യങ്ങളുണ്ടായിരുന്നു. അവ ഇടയ്ക്കിടെ വെള്ളത്തിന് മുകളിൽ വന്ന് വായു പിളർക്കും. തവള, വാൽമാക്രി, ഞണ്ട്, ഒച്ച്, നീർക്കോലി, ജലപ്രാണികൾ തുടങ്ങിയവയാണ് ആമ്പൽക്കുളത്തിലെ മറ്റ് അന്തേവാസികൾ. കുളത്തിൽ ചെറു കല്ലുകളിട്ട് ഓളങ്ങളുണ്ടാക്കി ഞങ്ങൾ കളിച്ചു. കുളക്കരയിലെ കുളിർമയിൽ നേരം പോയത് ഞങ്ങൾ അറിഞ്ഞതേയില്ല. അപ്പം ഇതൊക്കെ അവർ എഴുതി ചേർത്തതാണ്. അപ്പോൾ എന്താണ്, റൈനയുടെ നിരീക്ഷണക്കുറിപ്പ് വായിച്ചല്ലോ. ഏതെല്ലാം ജീവികളെയാണ് കുളത്തിൽ കണ്ടത്? അപ്പം ഇത് നമ്മളിപ്പം കണ്ടത് അവർ എഴുതിയതാണ് അല്ലേ, നിരീക്ഷണക്കുറിപ്പ് റൈന എഴുതിയതാണ്. അപ്പം അതിൽ എന്തൊക്കെ ജീവികളാണ് നമ്മൾ കണ്ടത്, കുളത്തിൽ കണ്ടത്? അവിടെ എന്തിനൊക്കെ കണ്ടു? മത്സ്യം, തവള, ഞണ്ട്, കൊക്ക്, ഒച്ച്, ആമ, ഇവയൊക്കെ കണ്ടു അല്ലേ. മരത്തിൽ കണ്ട ജീവികളേതെല്ലാം? ഏതൊക്കെ ജീവികളെയാണ് മരത്തിൽ കണ്ടത്? അണ്ണാൻ, ഓന്ത്, തത്ത അല്ലേ, ഇതൊക്കെയാണ് മരത്തിൽ കണ്ട ജീവികൾ. പിന്നെ എല്ലാ ജീവികൾക്കും വസിക്കാൻ സ്ഥലം ആവശ്യമില്ലേ അല്ലേ? എല്ലാ ജീവികൾക്കും വസിക്കാൻ സ്ഥലം വേണ്ടേ? അപ്പോൾ ഉണ്ട് അല്ലേ, എല്ലാ ജീവികൾക്കും വസിക്കാൻ സ്ഥലം ആവശ്യം ഇല്ലെന്ന് വെച്ചാൽ ആവശ്യമുണ്ട്. ജലത്തിൽ വസിക്കുന്ന ജീവികൾക്ക് കരയിൽ ജീവിക്കാൻ കഴിയുമോ? ജലത്തിൽ ജീവിക്കുന്ന എല്ലാ ജീവികൾക്കും കരയിൽ ജീവിക്കാൻ കഴിയില്ല അല്ലേ. അപ്പം ജലത്തിൽ ജീവിക്കുന്ന ചിലതുണ്ട്, ജലത്തിലും കരയിലൊക്കെ ഒരുപോലെ ജീവിക്കും. പക്ഷേ ചിലതൊക്കെ ജലത്തിൽ മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ, ചില ജീവികൾക്ക് കരയിൽ മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ. എന്തുകൊണ്ടാണ് മത്സ്യങ്ങൾക്ക് കരയിൽ വസിക്കാൻ കഴിയാത്തത്? എന്താണ്, നിങ്ങളുടെ ഊഹം പറയൂ. അപ്പം എന്താണ് മത്സ്യങ്ങൾക്ക് കരയിൽ വസിക്കാൻ കഴിയാത്തത് അല്ലേ? കരയിൽ നിൽക്കുമ്പോൾ മത്സ്യങ്ങൾ ചത്തുപോകും അല്ലേ. വെള്ളത്തിലാണ് അവർ സുഖമായി ജീവിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? മത്സ്യങ്ങളുടെ ശ്വസനാവയവം ജലത്തിൽ നിന്നും ഓക്സിജൻ സ്വീകരിക്കാൻ മാത്രമേ അവയെ സഹായിക്കുകയുള്ളൂ. അപ്പം മത്സ്യങ്ങളുടെ ശ്വസനാവയവം എങ്ങനെയാണ്? ജലത്തിൽ നിന്നുള്ള ഓക്സിജൻ സ്വീകരിക്കാൻ മാത്രമേ അവയെ കൊണ്ട് കഴിയുള്ളൂ. ചില മത്സ്യങ്ങൾക്ക് അല്പസമയം കരയിൽ നിന്ന് ശ്വസിക്കാൻ കഴിയുമെങ്കിലും കൂടുതൽ സമയം സാധിക്കില്ല. അപ്പം ചില മത്സ്യങ്ങൾ നമ്മൾ കരയിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ, കടലിൽ നിന്നും കരയിലേക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം അവർ ജീവിക്കും. കുറച്ച് നേരം അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടച്ച് കളിക്കുന്നൊക്കെ കാണാം. പക്ഷേ എന്താണ്, അധികം നേരം അവർക്ക് ജീവിക്കാൻ കഴിയില്ല. അവരുടെ ശ്വസനാവയവത്തിൻ്റെ രീതി അങ്ങനെയാണ്. ജലത്തിൽ വസിക്കാൻ മത്സ്യത്തെ സഹായിക്കുന്ന എന്തെല്ലാം സവിശേഷതകൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട്? അപ്പം ജലത്തിൽ ജീവിക്കാൻ അല്ലേ, മത്സ്യങ്ങൾ ജലത്തിൽ ജീവിക്കുന്ന ജീവികളാണ്. അപ്പം ജലത്തിൽ ജീവിക്കാൻ മത്സ്യത്തെ സഹായിക്കുന്ന എന്തെല്ലാം സവിശേഷതകളാണ് മക്കൾ കണ്ടിട്ടുള്ളത്? മക്കൾ എപ്പോഴെങ്കിലും അങ്ങനെ നിരീക്ഷിച്ചിട്ടുണ്ടോ? എന്തൊക്കെയായിരിക്കും അത്? അപ്പോൾ എന്തൊക്കെയാണ്? മത്സ്യത്തിൻ്റെ ആകൃതി, പ്രത്യേകിച്ച് കൂർത്ത മുഖം അല്ലേ. മത്സ്യത്തിൻ്റെ ആകൃതി മക്കൾ കണ്ടിട്ടില്ലേ? അതിൻ്റെ മുഖം എപ്പോഴും കൂർത്തും കൊണ്ടാണുള്ളത് അല്ലേ. ആ വായു വരുന്ന ഭാഗം അല്ലേ, മുഖം വരുന്ന ആ ഭാഗം കൂർത്തും കൊണ്ടാണുള്ളത്. അത് മത്സ്യത്തിൻ്റെ ഒരു പ്രത്യേകത, വെള്ളത്തിൽ ജീവിക്കാൻ. പിന്നെ ശരീരത്തിലെ ചിറകുകൾ, ശരീരത്തിൽ വെച്ചാൽ സൈഡിൽ കാണുന്ന ചിറകുകൾ, വാല് അല്ലേ, വാൽ ഭാഗമൊക്കെ കാണുന്നില്ലേ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ എന്താണ്? വെള്ളത്തിൽ ശ്വസിക്കാനുള്ള കഴിവ് അല്ലേ. എന്താണ്, മത്സ്യങ്ങൾ വെള്ളത്തിൽ ശ്വസിക്കുന്നുണ്ട് അല്ലേ. അവ കരയിൽ ജീവിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം വെള്ളത്തിൽ ശ്വസിക്കാനുള്ള കഴിവും ശരീരത്തിൻ്റെ ഈ പ്രത്യേകതയും ആ കൂർത്ത മുഖമൊക്കെയാണ് ജലത്തിൽ വസിക്കാൻ മത്സ്യത്തെ സഹായിക്കുന്ന കുറച്ച് ഘടകങ്ങൾ. പിന്നെന്താണ്, ഒരു മത്സ്യത്തിൻ്റെ ചിത്രം വരച്ചു നോക്കൂ. മത്സ്യത്തിൻ്റെ ആകൃതി എങ്ങനെയുള്ളതാണ്? മത്സ്യത്തിൻ്റെ ആ ചിത്രം ഒന്ന് വരച്ചു നോക്കുക. അതിൻ്റെ ആകൃതി എങ്ങനെയാണുള്ളത് നോക്കല്ലേ.
രണ്ടറ്റവും കൂർത്ത ആകൃതി അല്ലേ, രണ്ടറ്റവും കൂർത്ത ആകൃതിയാണ്. മുന്നിൽ ഭാഗം ഒരു കൂർപ്പാണ്, വാലിൻ്റെ ഭാഗം ഒരു പ്രത്യേക ഷേപ്പാണ്, നടുഭാഗം വേറൊരു തരത്തിൽ അല്ലേ. അങ്ങനെയാണ് മത്സ്യത്തിൻ്റെ ആകൃതി. നിങ്ങൾ വരച്ച് നോക്കിയാൽ ശരിക്കും അത് മനസ്സിലാവും. ജലത്തിലൂടെയുള്ള സഞ്ചാരത്തിന് ഈ ആകൃതി എങ്ങനെ സഹായിക്കുന്നു? അപ്പം മത്സ്യത്തിൻ്റെ ഈ ആകൃതി ജലത്തിലൂടെ നന്നായി സഞ്ചരിക്കാൻ വേണ്ടി മത്സ്യത്തെ എങ്ങനെ സഹായിക്കുന്നതാണ് ചോദിച്ചത്. വെള്ളത്തിനെ കീറിമുറിച്ച് മുന്നോട്ട് യാത്ര ചെയ്യാൻ ഈ ആകൃതി മത്സ്യത്തിനെ സഹായിക്കുന്നു. അപ്പം വെള്ളം ഒരു പ്രത്യേക രീതിയിൽ നിൽക്കുന്നതായിരിക്കും അല്ലേ. അപ്പം വെള്ളത്തിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ കൂർത്ത മുഖം ഇതിനെ നന്നായി സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ആകൃതി മൂലം മുന്നോട്ട് ചലിക്കുമ്പോഴുള്ള ഘർഷണം കുറയുകയും സുഗമമായി ചലിക്കാൻ കഴിയുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ആകൃതി ഇങ്ങനെ ആയതുകൊണ്ട് വെള്ളത്തിലൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഇതിന് സഹായിക്കും. ആ വെള്ളത്തിൻ്റെ ആ ശക്തി ഒന്ന് കുറഞ്ഞിട്ട് ഈ യാത്രയ്ക്ക് മത്സ്യത്തിനെ നല്ലൊരു സുഗമമാക്കി തീർക്കും. അപ്പോൾ ഇതിൻ്റെ ആകൃതിയാണ് അതിനെ കാര്യമായിട്ട് സഹായിക്കുന്നത്. ഈ ചിത്രം നോക്കിയൊക്കെ മക്കൾ കണ്ടില്ലേ, ഇതെന്തിൻ്റെ ചിത്രമാണ്? എന്തിൻ്റെ ചിത്രം ഇത്? തോണി അല്ലേ, തോണിയുടെ ചിത്രം. 2 തരത്തിലുള്ള തോണികളാണ് ഇല്ലേ. വഞ്ചി എന്നും പറയും, വേറൊരു ഭാഷ അതിന് പറയാം വഞ്ചി എന്ന് തന്നെ ഒരു പേരുണ്ട്. അപ്പം ഇത് 2 തരത്തിലുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആകൃതി നിരീക്ഷിക്കൂ എന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ ആകൃതി തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ. ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് ഇതിൽ ഏത് ആകൃതിയാണ് കൂടുതൽ അനുയോജ്യം? അപ്പം ഈ 2 ചിത്രം തന്നതിൽ ഈ ജലത്തിലൂടെ നന്നായിട്ട് പോകുന്നതിന് ഇപ്പം ജലത്തിലൂടെ രണ്ടും പോകുമല്ലോ. അപ്പം അതുകൊണ്ടാണല്ലോ വഞ്ചി എന്ന് പറയുന്നത്, രണ്ടും പോകും. അപ്പം ഇതിൽ നന്നായിട്ട് ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ ഏത് ആകൃതിയാണ് ഇതിന് കൂടുതൽ അനുയോജ്യം എന്നാണ് ചോദിച്ചത്. ഏതായിരിക്കും, ഏത് തോണിയായിരിക്കും അതിനുണ്ടാവുക? അപ്പം ഏതാണ് ഒന്നാമത്തേത് അല്ലേ. ഒന്നാമത്തെ തോണിയുടെ ആകൃതി കണ്ടോ നിങ്ങളല്ലേ, മുന്നിലൊരു കൂർത്തും കൊണ്ട് അല്ലേ. നമ്മൾ നേരത്തെ മീനിൻ്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞില്ല, അതുപോലെ മുന്നും ബാക്കും കൂർത്തും കൊണ്ടുള്ളതാണ് ഒന്നാമത്തെ തോണി. അതാണ് വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നതിന് കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ആകൃതി. മത്സ്യങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവ സഞ്ചാര ദിശ മാറ്റുന്നത് എങ്ങനെയാണ്? അപ്പം മത്സ്യങ്ങളെ മക്കളൊക്കെ കണ്ടിട്ടുണ്ട്, അവർ പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ പക്ഷേ അവയുടെ സഞ്ചാര ദിശ അവ മാറ്റുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ്? ചിറകുകൾ ഉപയോഗിച്ചിട്ടല്ലേ. അപ്പോൾ അവയുടെ സഞ്ചാര ദിശ അവ മാറ്റും. ഇപ്പോൾ ഒരു വെള്ളത്തിലൂടെ പോകുമ്പോൾ ഒരു ദിശയിലേക്ക് പോകുമ്പോൾ അവിടെ മാറിപ്പോകണമെന്ന് തോന്നുമ്പോൾ അതിൻ്റെ 2 സൈഡിലെ ചിറകുകൾ വാലൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് മാറ്റിയിട്ടാണ് അത് വേറെ ദിശ മാറ്റുന്നത്. അപ്പം മത്സ്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ചിറകുകളെ പറ്റി പറഞ്ഞ് അതിൻ്റെ ആകൃതിയെ പറ്റിയൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ അവയുടെ ചെതുമ്പലുകൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? അപ്പം ചെതമ്പലുകൾ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് മനസ്സിലായോ? അപ്പം നമ്മൾ പറയും തൂളി എന്നൊക്കെ പറയും അല്ലേ. മീനിൻ്റെ തൂളി എന്ന് പറയുന്നില്ലേ, ആ സാധനമാണ് കേട്ടോ. ഈ ശരീരത്തിൽ കാണുന്ന ചെറിയൊരു മിനി കൊണ്ട് കാണുന്ന ചെറിയ സാധനമില്ലേ, അതാണ് ചെതമ്പലുകൾ. അപ്പം അതെങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? തല മുതൽ വാൽ വരെയുള്ള ചെതമ്പലുകൾ മേൽക്കൂരയിൽ ഓട് അല്ലെങ്കിൽ ടൈൽസ് പതിച്ച രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അല്ലേ. ഇപ്പം നിങ്ങൾ ഓടിട്ട വീട് കണ്ടിട്ടില്ല, ആ ഓട് എങ്ങനെയാണ് വെച്ചേക്കുന്നത്? ഇപ്പം അട്ടിക്കട്ടിക്കായിട്ട് മുകൾ ഭാഗത്തോട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നല്ല അല്ലേ. ഒന്നിൻ്റെ മുകളിൽ കുറച്ച് വെച്ചിട്ട് താഴോട്ടേക്ക് അങ്ങനെയായിട്ടല്ലേ ഉള്ളത് അല്ലേ. ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ അടുക്കി വെച്ച രീതിയല്ലേ, കണ്ടിട്ടില്ലേ അത്? ആ ഒരു രീതിയിലാണ് ഈ ചെതമ്പലുകൾ വെച്ചിട്ടുള്ളത്. മത്സ്യത്തിൻ്റെ മുകളിൽ കാണുന്ന ചെതമ്പുകളുടെ ഒരു ക്രമീകരണം. പിന്നെ എന്താണ്? മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ സഹായകമായ ശരീരഭാഗം ഏതാണ്? മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ സഹായകമായ ശരീരഭാഗം ഏതാണ്? അവയുടെ ചെകിളപ്പൂക്കൾ അല്ലേ. ചെകിളപ്പൂക്കൾ എന്ന് പറഞ്ഞാൽ മീനിൻ്റെ ഒക്കെ തലഭാഗം നോക്കിയാൽ കാണാം, ചെറിയ ഒരു റെഡ് കളറിൽ കാണാൻ പറ്റും. ഒരു ചെറിയ പൂ പോലെയുള്ള പൂവല ഉണ്ടാവും, അത് ഒരു ഭംഗിയിൽ കാണുന്ന സാധാരണ ചെകിളപ്പൂക്കൾ. അതാണ് മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ സഹായിക്കുന്ന അവയുടെ ശരീരഭാഗം. ജലത്തിൽ ജീവിക്കാൻ സഹായിക്കുന്ന എന്തെല്ലാം സവിശേഷതകളാണ് മത്സ്യങ്ങൾക്കുള്ളത്? അപ്പം മത്സ്യങ്ങൾക്ക് എന്തൊക്കെ സവിശേഷതകളാണ് ജലത്തിൽ ജീവിക്കാൻ ഉള്ളതെന്നുള്ള സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. എന്തൊക്കെയാണ്? ശരീരത്തിൻ്റെ ആകൃതി, ചിറകുകൾ, വാൽച്ചിറക്, ചെതമ്പലുകളുടെ ക്രമീകരണം, വഴുവഴുപ്പ് എന്നിവ ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് മത്സ്യങ്ങളെ സഹായിക്കുന്നു. ചെകിളപ്പൂക്കളുടെ സഹായത്തോടെയാണ് മത്സ്യങ്ങൾ ശ്വസിക്കുന്നത്. അപ്പം ഇതും നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഈ ഒരു ഭാഗം നന്നായിട്ട് പഠിച്ചു വെക്കട്ടോ. അപ്പം മത്സ്യങ്ങളുടെ ശരീരത്തിൻ്റെ ആകൃതിയും ചിറകുകളും വാൽച്ചിറകുകളും ചെതമ്പലുകളും ഒക്കെ അല്ലേ, അതിൻ്റെ വഴുവഴുപ്പൊക്കെയാണ് ഇവ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നതിനും അല്ലേ വെള്ളത്തിൽ ജീവിക്കുന്നതിനൊക്കെ ഈ മത്സ്യങ്ങളെ സഹായിക്കുന്നത്. പിന്നെ ചെകിളപ്പൂക്കളാണ് മത്സ്യങ്ങളെ ശ്വസിക്കാൻ സഹായിക്കുന്നത്. ചെകിളപ്പൂക്കളാണ് അവയുടെ സഹായത്തോടെയാണ് മത്സ്യങ്ങൾ ശ്വസിക്കുന്നത്. അതും നന്നായിട്ട് മനസ്സിലാക്കി വെക്കട്ടോ. അപ്പോൾ നമ്മൾ മത്സ്യങ്ങളുടെ ചില സവിശേഷതകൾ നമ്മൾ പഠിച്ചു അല്ലേ. അതിൻ്റെ ആകൃതിയും അതിന് ജലത്തിലൂടെ സഞ്ചരിക്കാനുള്ള ആ ഒരു
പ്രത്യേക കഴിവും അല്ലേ, ജലത്തിൽ ശ്വസിക്കാനുള്ള കഴിവ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇനി എന്താണ്, ഇനി സവിശേഷതകളുള്ള ചില സസ്യങ്ങളെ പരിചയപ്പെടാം. ഇങ്ങനെ ഇപ്പം സസ്യത്തിനെ പറ്റി പറഞ്ഞു, ഇപ്പം അതുപോലെ തന്നെ വേറെ പല സവിശേഷതകളുള്ള ചില സസ്യങ്ങളെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇവിടെ 2 ചിത്രം തന്നിട്ടുണ്ട് അല്ലേ, 2 ചിത്രമുണ്ട്. നമ്മളെ നാട്ടിൽ അങ്ങനെ കാണാത്ത 2 ചെടികളുടെ ചിത്രമാണിത് അല്ലേ. അപ്പം ചിത്രത്തിൽ ഈ സസ്യങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയാണ്, ഇതിൻ്റെ തണ്ടിൻ്റെ പ്രത്യേകത എന്താണ്? അപ്പം ഈ സസ്യങ്ങൾക്ക് എന്തൊക്കെയോ ഒരു പ്രത്യേകതകളുണ്ട് അല്ലേ. ഇതിൻ്റെ തണ്ടിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് എല്ലായിടത്തും കാണുന്ന, എല്ലാ സസ്യങ്ങളിലും കാണുന്ന ഒരു പ്രത്യേകതയല്ല ഈ 2 സസ്യങ്ങൾക്കുള്ളത്. അപ്പം മറ്റു ചെടികളിൽ നിന്ന് വ്യത്യസ്തമായി എന്തെല്ലാം പ്രത്യേകതകളാണ് ഇവയ്ക്കുള്ളത് ചർച്ച ചെയ്ത് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. അപ്പം മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് ഈ 2 സസ്യങ്ങൾക്കും നല്ല വ്യത്യാസമുണ്ട് അല്ലേ, അതിന് സവിശേഷതകളുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കണ്ടെത്തി നമ്മുടെ പരിസര പഠന പുസ്തകത്തിൽ എഴുതണം. അപ്പം നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ സസ്യങ്ങൾക്ക് പലപ്പോഴും മുള്ളുകൾ കാണപ്പെടുന്നു. ഇപ്പം നമ്മൾ ചിത്രത്തിൽ കണ്ടിട്ടുണ്ട് അല്ലേ, അതിൽ ഒരു ചെടി എന്താണ് നല്ല മുള്ള്, അതിൻ്റെ എല്ലാ ഭാഗത്തും നല്ല മുള്ളുകളായിട്ട് കാണുന്നുണ്ട്. ചില സസ്യങ്ങളുടെ ഇലകൾ വീർത്ത് മാംസളമാണ്. ഇലകൾ പലപ്പോഴും വലിപ്പം വളരെ കുറഞ്ഞവയുമാണ്. മാംസളമായ ഇലകളിലോ തണ്ടുകളിലോ ആണ് ഇത്തരം സസ്യങ്ങൾ വെള്ളം സംഭരിക്കുന്നത്. മരുഭൂമിയിലെ ചില സസ്യങ്ങൾക്ക് ഇലകൾ കാണപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ബാഷ്പീകരണം വഴിയുള്ള ജലനഷ്ടം പരമാവധി കുറയ്ക്കാൻ ഇതുവഴി കഴിയുന്നു. ഇത്തരം ചെടികളുടെ തണ്ടിന് ഹരിതകത്തിൻ്റെ സാന്നിധ്യം ഉള്ളതിനാൽ പച്ച നിറം ആയിരിക്കും. അപ്പം ഇത്തരം ചെടികൾക്ക് എന്താണ് പല പ്രത്യേകതകളുണ്ട് അല്ലേ. ഇത് എന്താണ്, ഈ ചില ചെടികൾക്ക് ഇലകൾ വീർത്ത് മാംസളമായിട്ടാണ് നിൽക്കുന്നത് അല്ലേ, നിങ്ങൾ ചിത്രത്തിൽ കാണുന്നില്ലേ ഒന്ന് അതുപോലെ. അപ്പോൾ അതിന് എന്താണ് വലിപ്പവും കുറവായിരിക്കും. അപ്പം മാംസളമായ ഇലകളിൽ തണ്ടുകളിലാണ് ഇത്തരം സസ്യങ്ങൾ വെള്ളം സംഭരിക്കുന്നത് അല്ലേ. ഇവയ്ക്ക് എന്താണ്, ചിലപ്പം ഇത് മരുഭൂമികളിൽ ഒക്കെയാണ് ഇങ്ങനത്തെ ചെടികളൊക്കെ കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പം മരുഭൂമിയിൽ അധികം വെള്ളം ലഭിക്കില്ലല്ലോ. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ശേഖരണം നടക്കുന്നത് ഇങ്ങനെ മാംസളമായ ഇലകളിലൊക്കെയാണ്, തണ്ടുകളിലൊക്കെയാണ്. പിന്നെ എന്താണ്, മരുഭൂമികളിലെ ഇലകൾക്ക് എന്താണ് ഈ ഇത്തരം ചെടികൾക്ക് ഇലകൾ കാണില്ല. ഇലകൾ കാണാത്തത് കൊണ്ട് എന്താണ്, ഇലകൾ വഴിയുള്ള ബാഷ്പീകരണം കുറയുന്നുണ്ട്. അപ്പം അതും എന്താണ്, ഇവയ്ക്ക് ജലനഷ്ടം കുറയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ ജീവിക്കാൻ, വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ ജീവിക്കാൻ അവയെ സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ഇത്തരം ചെടികൾക്ക് തണ്ടിന് ഹരിതകത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് പച്ച നിറം നിലനിൽക്കുകയും ചെയ്യും. അപ്പം ഇതൊരു മറ്റ് ചെടികളെ അപേക്ഷിച്ച് നല്ല വ്യത്യസ്ത പ്രത്യേകതകളുള്ള സവിശേഷതകളുള്ള ചെടികളാണിവ. മരുഭൂമിയിലെ സസ്യങ്ങൾ, മരുരൂഹങ്ങൾ എന്നും പറയും. മരുഭൂമിയിലെ സസ്യങ്ങൾ ഇലയില്ലാത്തതോ ചെറിയ ഇലകളുള്ളതോ മുള്ളുള്ളതോ ആകാം. അവയുടെ തണ്ടുകൾ കനമുള്ളവയും പച്ച നിറമുള്ളവയും ജലം സംഭരിച്ചു വെക്കാൻ കഴിയുന്നവയുമാണ്. തണ്ടുകളിൽ മെഴുകു പോലെയുള്ള ഒരു ആവരണമുണ്ട്. ഈ ആവരണം ജലനഷ്ടം തടയാൻ അവയെ സഹായിക്കുന്നു. മണ്ണിലേക്ക് വളരെയധികം താഴ്ന്നിറങ്ങാൻ കഴിവുള്ള അവയുടെ വേരുകൾ ആഴത്തിൽ നിന്ന് പോലും ജലം വലിച്ചെടുക്കും. മരുഭൂമിയിലെ സസ്യങ്ങൾ മരുരൂഹങ്ങൾ, ഇംഗ്ലീഷിൽ സെറോഫൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. മേൽ സൂചിപ്പിച്ച സവിശേഷതകളെല്ലാം മരുഭൂമിയിൽ വസിക്കുന്നതിന് അവയെ പ്രാപ്തമാക്കുന്നു. അനുകൂലനം, അഡാപ്റ്റേഷൻ. സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും അവ ജീവിക്കുന്ന ചുറ്റുപാടിന് അനുയോജ്യമായ ശാരീരിക സവിശേഷതകളുണ്ട്. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകമായ ശാരീരിക സവിശേഷതയാണ് അനുകൂലനം. നമ്മളിപ്പോൾ നേരത്തെയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഓരോ ജീവിക്കും ഓരോ സ്ഥലത്ത് താമസിക്കുന്നതിന് അതിൻ്റെ ശരീരത്തിനൊരു പ്രത്യേകതയുണ്ട്. അപ്പം ഈ പ്രത്യേകതയാണ് നമ്മൾ അനുകൂലനം എന്ന് വിളിക്കുന്നത്. ഇതെന്താണ് ഇവിടെ കാണുന്നത് അല്ലേ, തവളയും ഒരു ആമ്പൽ ചെടിയുമാണുള്ളത് അല്ലേ. ആമ്പൽ ചെടി സംസാരിക്കുന്നുണ്ട്, തവളയും സംസാരിക്കണം. അവർ പരസ്പരം അങ്ങോട്ടും കണ്ടും സംസാരിക്കണം. എന്താണ് പറയുന്നത്? അപ്പം ആമ്പൽ ചെടി പറയുകയാണ്, തണ്ടുകളിലെ വായു അറകളുടെ സഹായത്തോടെയാണ് ഞങ്ങൾ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നത്. ഈ ആമ്പൽ ചെടി വെള്ളത്തിലേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതെന്താണ്, തണ്ടുകളിലെ വായു അറകളുടെ സഹായത്തോടെയാണ് അത് സാധിക്കുന്നത്. അപ്പോൾ തവള എന്താണ് പറയുന്നത്? വിരലുകൾ തമ്മിൽ ചർമ്മത്താൽ ബന്ധിച്ചിരിക്കുന്നത് മൂലം വെള്ളത്തിലൂടെ നീന്താൻ ഞങ്ങൾക്ക് കഴിയും. തവളയുടെ വിരലുകളൊക്കെ മക്കൾ കണ്ടിട്ടുണ്ടാവില്ലേ? വിരലുകളിങ്ങനെ നമ്മളെ വിരലുകൾ പോലെയല്ല. അപ്പം വിരലുകളിങ്ങനെ ചർമ്മത്തിനോട് കൂടി ഒട്ടിപ്പിടിച്ചിട്ടാണ് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് തവളകൾക്ക് വെള്ളത്തിൽ നീന്താൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ആമ്പലും തവളയും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചില്ലേ, നമ്മൾ കേട്ടു അല്ലേ, എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് മനസ്സിലായി. അവയുടെ കൂടുതൽ അനുകൂലനങ്ങൾ ചർച്ച ചെയ്യൂ. അപ്പോൾ അവയ്ക്കുള്ള അനുകൂലനങ്ങൾ, അപ്പോൾ അനുകൂലനങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് അവയ്ക്കുള്ള കൂടുതൽ അനുകൂലനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് എഴുതണം അല്ലേ. നമുക്കത് 2 കോളങ്ങളാക്കിയിട്ട് എഴുതി നോക്കാം. ആമ്പലിൻ്റെയും തവളയുടെ കൂടുതലായിട്ടുള്ള അനുകൂലനങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതാം. അപ്പോൾ നമുക്ക്
ആമ്പലിൻ്റെ നോക്കാം അല്ലേ. ആമ്പലിൻ്റെ എങ്ങനെയാണ്? ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന വലിയ ഇലകൾ പ്രകാശ സംശ്ലേഷണത്തിനായി സൂര്യപ്രകാശം കൂടുതൽ ലഭിക്കാൻ സഹായകരമാകുന്നു. പിന്നെ എന്താണ്? ജലനിരപ്പ് ഉയരുന്നതിനും താഴുന്നതിനും അനുസരിച്ച് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ കഴിയും വിധം വഴക്കമുള്ള തണ്ടുകളാണ് ഇവയ്ക്കുള്ളത്, ആമ്പലിനുള്ളത്. അപ്പം ഇതൊക്കെ ജലത്തിൽ ജീവിക്കാൻ ആമ്പലിനെ സഹായിക്കുന്ന അതിൻ്റെ അനുകൂലനങ്ങളാണ് കേട്ടോ. പിന്നെ എന്താണ്? തവളയ്ക്ക് എങ്ങനെയാണ്? ശ്വസനത്തിനായി ശ്വാസകോശവും ചർമ്മവും ഉപയോഗിക്കാൻ കഴിയുന്നു. അത് തവളയുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ എന്താണ്? കണ്ണുകളും മൂക്കും അതിൻ്റെ തലയ്ക്ക് മുകളിലാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ഭൂരിഭാഗവും വെള്ളത്തിനടിയിൽ ആയിരിക്കുമ്പോൾ ശ്വസിക്കാനും പുറമേയുള്ളവയെ കാണാനും തടസ്സമുണ്ടാകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കണ്ണുകളും മൂക്കുകളൊക്കെ അതിൻ്റെ തലയ്ക്ക് മുകൾ ഭാഗത്തായതുകൊണ്ട് വെള്ളത്തിൽ നിൽക്കുമ്പോഴും അതിൻ്റെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുന്നില്ല. പുറത്തുനിന്നുള്ള ശ്വസിക്കാനും ഒക്കെ അതിന് കഴിയുന്നുണ്ട്. പിന്നെ ശ്വസിക്കാനും കാണാനൊക്കെ തവളയ്ക്ക് കഴിയുന്നുണ്ട്. അതെന്താണല്ലേ, ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. എന്തിൻ്റെയൊക്കെ ചിത്രങ്ങളാണെന്ന് മക്കൾ കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ടോ? ഏതൊക്കെ ജീവികളാണ് അതെന്ന് അറിയാം അല്ലേ? ഒന്ന് ആടാണ്, ഒന്ന് ചെമ്മീനാണ്, ഒന്ന് ആമയാണ് അല്ലേ. 3 ചിത്രങ്ങളാണ് തന്നത്. എന്താണ് പറയുന്നത്? ചിത്രത്തിലെ ജീവികൾ എവിടെല്ലാമാണ് വസിക്കുന്നത്? ഈ ജീവികൾ എവിടെയൊക്കെയാണ് വസിക്കുന്നതെന്നാണ് ചോദിച്ചത്. മക്കൾക്കറിയില്ലേ അതൊക്കെ? എവിടെയാണ്? ആട് കരയിൽ ജീവിക്കുന്നു അല്ലേ. ആട് നമ്മൾ കരയിൽ ജീവിക്കുന്നു. പിന്നെ ചെമ്മീൻ വെള്ളത്തിൽ ജീവിക്കുന്നു. ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഒരു മത്സ്യത്തിൽപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ അത് വെള്ളത്തിൽ ജീവിക്കുന്നു. ആമ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു. അപ്പോൾ ആമ രണ്ടിടത്തും ജീവിക്കുന്നുണ്ടല്ലേ. അപ്പം 3 ജീവികളും ഓരോരോ സ്ഥലത്ത് ജീവിക്കുന്ന ജീവികളാണ് അല്ലേ. അപ്പോൾ ആമയ്ക്ക് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിപ്പോൾ എന്താക്കണം? അപ്പം നിങ്ങൾക്ക് പരിചിതമായ മറ്റു ജീവികളുടെ പേരുകൾ എഴുതി പട്ടിക പൂർത്തിയാക്കും. അപ്പം നമുക്കിനി നമ്മളിപ്പം 2-3 ജീവികളെ പറ്റി പറഞ്ഞു, അതുപോലെ വേറെ ജീവികൾ കണ്ടെത്തി നമ്മൾ ഇതുപോലെ അവ ഓരോ സ്ഥലത്തും കരയിലും വെള്ളത്തിലും ജീവിക്കുന്നതിനും ഇപ്പോൾ അല്ലാണ്ട് രണ്ടിടത്തും ജീവിക്കുന്ന ജീവികളൊക്കെ ആയിട്ട് നമുക്കൊന്ന് മാറ്റി എഴുതണം. അതൊന്ന് നമുക്ക് എഴുതി നോക്കാം. അപ്പം എന്തൊക്കെ എഴുതാം? നമുക്ക് പട്ടികയിൽ എഴുതാം. ഒന്ന് കരയിൽ ജീവിക്കുന്നവ, പിന്നെ വെള്ളത്തിൽ ജീവിക്കുന്നവ, പിന്നെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവ. അപ്പോൾ എന്തൊക്കെയാണ് അത് ജീവികളെന്ന് നോക്കാം. അപ്പം കരയിൽ ജീവിക്കുന്നവ പശുവുണ്ട്, നായയുണ്ട്, പൂച്ചയുണ്ട്, ആനയുണ്ട് അല്ലേ. പിന്നെ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളാണ് തിമിംഗലം, മത്സ്യങ്ങൾ, കടൽക്കുതിര, നീരാളി. അങ്ങനെ കുറച്ചുകൂടി കൂടുതലൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കൂടുതലാക്കി എഴുതുക കേട്ടോ. പിന്നെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവ ആമ, തവള, മുതല, നീർനായ, ഇവയൊക്കെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവയാണ്. ഇതിലൊക്കെ എല്ലാത്തിലും കൂടുതലായിട്ട് മക്കൾ കണ്ടെത്തി എഴുതുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കുറച്ചുകൂടി എഴുതുക. പൂർത്തിയാക്കിയ പട്ടികയിലെ വിവരങ്ങൾ വിശകലനം ചെയ്ത് നിഗമനങ്ങൾ എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ രേഖപ്പെടുത്തും. അപ്പോൾ ഇതൊക്കെ എഴുതിയിട്ട് അതിൻ്റെ വിവരങ്ങൾ അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പരിസര പഠന പുസ്തകത്തിൽ എഴുതാം കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. എന്തൊക്കെയാണ് നിഗമനങ്ങൾ നോക്കി എഴുതാം. അപ്പോൾ എന്തൊക്കെ നിഗമനങ്ങൾ എഴുതാം? ഭൂമിയിലെ ഓരോ ജീവിക്കും അതിൻ്റേതായ വാസസ്ഥലമുണ്ട്. ഈ വാസസ്ഥലത്ത് ജീവിക്കാൻ അനുയോജ്യമായ ശാരീരിക സവിശേഷതകളും ഇത്തരം ജീവികൾക്ക് ഉണ്ട്. അപ്പം ഓരോ ജീവികൾക്കും ജീവിക്കാനുള്ള സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ജീവിക്കാനുള്ള പ്രത്യേകത കഴിവുകളും ജീവികൾക്കുണ്ട് അല്ലേ. നമുക്കത് മനസ്സിലാക്കാം. അപ്പം കരയിൽ ജീവിക്കുന്ന എല്ലാ ജീവികൾക്കും വെള്ളത്തിൽ ജീവിക്കാനാവില്ല, വെള്ളത്തിൽ ജീവിക്കുന്ന എല്ലാ ജീവികൾക്കും കരയിലും ജീവിക്കാനാവില്ല അല്ലേ. പക്ഷേ ഇവ 2 സ്ഥലത്തും ജീവിക്കുന്ന ജീവികളും ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അപ്പം ഈ ഭാഗത്ത് 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. 2 ജീവികളുടെ ചിത്രങ്ങളാണ്. ഒന്ന് ഒട്ടകമാണ്, മക്കൾ കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. പിന്നെ മറ്റേതാണ് പെൻഗിനാണ് അല്ലേ. രണ്ടും 2 വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ജീവികളാണ്. അതും മക്കൾക്ക് അറിയണ്ടാവും. അപ്പം മരുഭൂമിയിലും ധ്രുവപ്രദേശങ്ങളിലും ജീവികൾ വസിക്കുന്നുണ്ടല്ലോ. എന്തെല്ലാം അനുകൂലനങ്ങളാണ് അവയ്ക്കുള്ളത്? അപ്പം മരുഭൂമിയിൽ വെച്ചാൽ വെള്ളമില്ലാത്ത സ്ഥലമാണ് അല്ലേ. വെള്ളം അങ്ങനെ കിട്ടാത്ത, മഴയൊന്നും അങ്ങനെ പെയ്യാത്ത, മരങ്ങളോ ചെടികളോ ഒന്നുമില്ലാത്ത ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ജീവിക്കുന്ന ജീവികളുണ്ട്. ധ്രുവപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജീവികളുണ്ട്. ധ്രുവപ്രദേശം നല്ല തണുപ്പുള്ള സ്ഥലം അല്ലേ. നല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണ് ധ്രുവപ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ജീവിക്കുന്ന ജീവികളുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ അനുകൂലനങ്ങൾ എന്താണ്? അപ്പം ഒട്ടകത്തിൻ്റെ അല്ലേ. ഒട്ടകം എന്താണ് ഇവിടെ പറയുന്നത് നോക്ക്. മരുഭൂമിയിൽ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നത് മുതുകിലെ കൊഴുപ്പാണ് അല്ലേ. ഒട്ടകത്തിൻ്റെ മുതുകിൽ നിങ്ങൾ കാണണ്ടല്ലേ, ഏകദേശം ഒന്ന് പൊന്തിക്കൊണ്ട് കാണാം അല്ലേ. ഒട്ടകത്തിന് കൊഴുപ്പാണ് അല്ലേ. മുതുകിൽ ഉള്ളത് കൊഴുപ്പാണ്. ആ കൊഴുപ്പാണ് മരുഭൂമിയിൽ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഈ ഒട്ടകത്തിനെ സഹായിക്കുന്നത്. പിന്നെ പെൻഗിൻ പറയുന്നത്? ത്വക്കിനടിയിലെ കൊഴുപ്പാണ് ധ്രുവപ്രദേശത്തെ അതിശൈത്യത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്നത്. അപ്പം ത്വക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ല, തൊലി അല്ലേ. തൊലിയാണ്, തൊലിക്കടിയിലെ കൊഴുപ്പ്. അതാണ് ധ്രുവപ്രദേശത്ത് നല്ല തണുപ്പായിരിക്കില്ല, ആ ശൈത്യത്തിൽ നിന്നും രക്ഷിച്ച് ഞങ്ങളെ അവിടെ ജീവിക്കാൻ സഹായിക്കുന്നത് ഈ
കൊഴുപ്പാണ്. അപ്പം ഈ രണ്ട് സ്ഥലങ്ങളിലും ജീവികൾക്ക് എന്താണ് അതിൻ്റേതായ അവിടെ ജീവിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് കിട്ടുന്ന അതിൻ്റേതായ ഒരു വേറെ ഇതാണ് അല്ലേ. ഒന്ന് മുതുകിലെ കൊഴുപ്പും ഒന്ന് ത്വക്കിനടിയിലെ കൊഴുപ്പുമാണ്. അപ്പം അതും മനസ്സിലാക്കി വെക്കുക. അപ്പം നമ്മളിപ്പോൾ ഒട്ടകത്തിൻ്റെ പെൻഗിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. അവ അവിടെ ജീവിക്കുന്ന എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഒട്ടകത്തിനും പെൻഗിനും മറ്റ് അനുകൂലനങ്ങൾ കണ്ടെത്തി ചർച്ച ചെയ്ത് പട്ടികയിൽ എഴുതുക. അപ്പം അവിടെ താമസിക്കാനുള്ള മറ്റ് അനുകൂലനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്തി നമുക്ക് എഴുതണം ഈ ഒട്ടകത്തിനും പെൻഗിനും. അപ്പോൾ അത് നമുക്ക് എന്താണ് മുമ്പ് ചെയ്തതുപോലെ പട്ടികപ്പെടുത്തി എഴുതാം. അപ്പോൾ ഒട്ടകത്തിൻ്റെ എന്തൊക്കെയാണ്? ജലലഭ്യതയുള്ളപ്പോൾ ധാരാളം വെള്ളം കുടിക്കാനും പിന്നീട് അത് ശരീരത്തിൽ സംഭരിക്കാനുള്ള കഴിവ് ഒട്ടകത്തിനുണ്ട്. പിന്നെ മണലിൻ്റെ ചൂടിൽ നിന്നും അകറ്റി നിർത്താൻ നീണ്ട കാലുകൾ സഹായിക്കുന്നു. അപ്പം നടക്കുമ്പോൾ അല്ലേ മണലിൻ്റെ ചൂടിൽ നിന്നും അതിനെ അകറ്റി നിർത്താൻ എന്താണ് ഈ നീണ്ട കാലുകൾ സഹായിക്കുന്നുണ്ട്. പിന്നെ ശരീരത്തിൻ്റെ ഊഷ്മാവ് നിയന്ത്രിക്കാനുള്ള കഴിവും ഈ ഒട്ടകത്തിന് ഉണ്ട്. പിന്നെന്താണ് പെൻഗിൻ എങ്ങനെയാണ്? പേശികളിൽ ഓക്സിജൻ സംഭരിക്കുന്നതിനാൽ കൂടുതൽ സമയം ഊളിയിടാൻ സഹായിക്കുന്നു. പിന്നെ വെള്ളത്തിനടിയിൽ കാര്യക്ഷമമായി സഞ്ചരിക്കാൻ കഴിയുന്ന ടോർപിഡോ ആകൃതിയുള്ള ശരീരം. എൻ്റെ ആകൃതി കണ്ടിട്ടില്ലേ? പെൻഗിൻ്റെ ആകൃതി ഒരു പ്രത്യേക ഷേപ്പിലുള്ളതാണ് അല്ലേ. പിന്നെന്താണ്? ശരീരം കട്ടിയുള്ള കൊഴുപ്പ് പാളികളാൽ മൂടിയിരിക്കുന്നതിനാൽ തണുപ്പിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നു. അപ്പം ഇതൊക്കെയാണ് പെൻഗിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ ഈ രണ്ട് ജീവികളും അവരവരുടെ സ്ഥലത്ത് താമസിക്കുന്ന ഇത്തരം കുറച്ച് ഗുണങ്ങൾ അതിവയ്ക്ക് ഉള്ളത് കൊണ്ടാണ്. വെള്ളം കുടിക്കാതെയും ഒരു ജീവിതം. അപ്പോൾ അവിടെ ചിത്രം തന്നത് എന്തിൻ്റെയാണ്? അതൊരു എലീൻ്റെതാണ് അല്ലേ. എന്ത് എലിയാണത്? കങ്കാരു എലി അല്ലേ. അപ്പോൾ എന്താണ് അതിനെപ്പറ്റി പറയുന്നത്? മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ജീവിയാണ് കങ്കാരു എലി. മരുഭൂമിയിൽ ജീവിക്കുന്നതിനുള്ള നിരവധി അനുകൂലനങ്ങൾ ഇതിനുണ്ട്. പകൽ സമയത്തെ ചൂട് അതിജീവിക്കുന്നതിന് വളരെ ആഴത്തിൽ മാളങ്ങളുണ്ടാക്കി അതിനുള്ളിൽ ജീവിക്കുന്നു. രാത്രികാലങ്ങളിലാണ് ഇര തേടുന്നത്. ഒട്ടും തന്നെ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഇവയ്ക്ക് കഴിയും. പ്രധാന ആഹാരമായ ധാന്യങ്ങളിൽ നിന്നും വിത്തുകളിൽ നിന്നും ശരീരത്തിലെ കൊഴുപ്പിൽ നിന്നും ഇവയ്ക്ക് ആവശ്യമായ ജലം ലഭിക്കുന്നു. വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയുമുള്ള ജലനഷ്ടം വളരെ കുറവാണ്. നീളം കൂടിയ പിൻകാലുകൾ ഉപയോഗിച്ച് കങ്കാരുവിനെപ്പോലെ ചാടിച്ചാടിയാണ് സഞ്ചരിക്കുന്നത്. കവിൾഭാഗത്തുള്ള സഞ്ചിയിൽ ധാന്യങ്ങളും വിത്തുകളും ശേഖരിച്ചു വെക്കാനും കഴിയും. അപ്പം ഇതാണ് ആ ജീവിയുടെ പ്രത്യേകത. ഇവിടെ കാണുന്നുണ്ട് അല്ലേ, ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതിലും രണ്ട് ജീവികളെ തന്നിട്ടുണ്ട് അല്ലേ. ഒന്ന് മത്സ്യമാണ്, ഒന്ന് കൊക്കാണ് അല്ലേ. അവരും സംസാരിക്കണം. എന്താണ് പറയുന്നത്? ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായതെല്ലാം വയലിലുണ്ട്. കൊക്ക് പറയുകയാണ്. അവർക്ക് എന്താണ് വയലിൽ നിന്ന് അവർക്ക് വേണ്ടതെല്ലാം കിട്ടും. അപ്പം എന്താണ് മത്സ്യം പറയുന്നത്? ഞങ്ങൾക്ക് വേണ്ടതെല്ലാം കുളത്തിലുമുണ്ടല്ലോ. അപ്പം ഞങ്ങൾക്ക് വേണ്ടതെല്ലാം കുളത്തിലുണ്ട്. അപ്പം ഓരോ ജീവികൾക്കും അവർ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് അവർക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട ഭക്ഷണമായും എന്തായാലും അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അവരെ വാസസ്ഥലം അങ്ങനെയുള്ളതായിരിക്കും. ഓരോരുത്തർക്കും ആ ഒരു ഇതിലാണ് ജീവിക്കാൻ പറ്റുക. അവർക്ക് അവിടെ നിന്നെല്ലാം വേണ്ടതെല്ലാം അവിടെ നിന്ന് കിട്ടും. അപ്പോൾ കൊക്കിന് വയലിൽ നിന്നാണെങ്കിൽ മത്സ്യത്തിന് കുളത്തുനിന്നും കിട്ടും. അപ്പോൾ കൊക്കും മത്സ്യവും പറഞ്ഞ് നമ്മൾ വായിച്ചു അല്ലേ, അറിഞ്ഞു. ഇനി എന്താണ്? കൊക്കിന് വയലിൽ നിന്നും എന്തെല്ലാമാണ് ലഭിക്കുന്നത്? അപ്പം കൊക്ക് വയലിലാണ് നിന്നാണ് അതിൻ്റെ ആഹാരം അതിന് ലഭിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ലഭിക്കുന്നത്? അപ്പോൾ ഫസ്റ്റ് ഇവിടെ തന്നത് എന്താണ്? ചെറുജീവികൾ അല്ലേ. ചെറുജീവികൾ കൊക്ക് എന്താണ് വയലിൽ നിന്നും കൊത്തി കഴിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെ ഉണ്ടാവും? വിത്തുകൾ, ഇലകൾ, പഴങ്ങൾ, ഇതൊക്കെ കൊക്കിന് വയലിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ മത്സ്യത്തിന് കുളത്തിൽ നിന്ന് എന്തെല്ലാം ലഭിക്കും? മത്സ്യത്തിന് എന്തൊക്കെ കിട്ടും അല്ലേ? എന്തൊക്കെയാണ് കുളത്തിൽ നിന്ന് ലഭിക്കുന്ന? വാസസ്ഥലം. മത്സ്യത്തിൻ്റെ വാസസ്ഥലം കുളമാണ്. അത് ഇവിടെ തന്നിട്ടുണ്ട് വാസസ്ഥലം. പിന്നെ എന്തൊക്കെയാണ് ലഭിക്കുന്നത്? പിന്നെ ശ്വസിക്കാനുള്ള ഓക്സിജൻ, ഭക്ഷണം, കുടിക്കാനുള്ള വെള്ളം, ഇതൊക്കെ എന്താണ് കുളത്തിൽ നിന്ന് മത്സ്യത്തിന് ലഭിക്കുന്നുണ്ട്. ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടാണ് അതിൻ്റെ വാസസ്ഥലം അഥവാ ആവാസം, ഹാബിറ്റേറ്റ്. ജീവിയുടെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ആവാസത്തിലുണ്ട്. കുളം, പുഴ, വയൽ എന്നിവ ആവാസങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ആവാസങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ ചർച്ച ചെയ്ത് കണ്ടെത്തി എഴുതൂ. അപ്പോൾ ആവാസം എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതിന് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതണം. നമുക്ക് ഒന്ന് ഇവിടെ തന്നത് എന്താണ്? വൃക്ഷം അല്ലേ. വൃക്ഷം ഒരു ആവാസമാണ്. പിന്നെ എന്തൊക്കെ നമുക്ക് എഴുതാം? വേറെ എന്തൊക്കെ എഴുതാം? കാട്, മരുഭൂമി, കടൽ, ഉദ്യാനം, തടാകം, പർവ്വതം അല്ലെങ്കിൽ കുന്നെന്നും പറയാം അല്ലേ. അതൊക്കെ എന്താണ്? ആവാസങ്ങളാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആവാസങ്ങൾക്ക് ഉദാഹരണമായിട്ട് എഴുതാം. അപ്പം നമ്മളെ ഈ പാഠഭാഗത്തിൻ്റെ പാർട്ട് 1 ഇവിടെ കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇതിൻ്റെ വീഡിയോ നിങ്ങൾ സുഹൃത്തുക്കൾക്കോ മറ്റുള്ള ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അപ്പോൾ നമുക്ക് പാർട്ട് 2 ആയിട്ട് കാണാം.